ആലഞ്ചേരി പിതാവ് മറ്റു പല വൈദികരെയും സംരക്ഷിക്കാനും വേണ്ടിയിട്ട് അവർക്ക് സുരക്ഷിതമായിട്ട് അവരെ ഒറ്റുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിലെ സത്യം എന്താണ്? ഒന്നാമത്തെ കാര്യം അതെ, ദഹിക്കാവുന്ന ഒരു സാധനമല്ല. വളരെ ഫ്രാങ്കായിട്ട് ദഹിക്കാവുന്ന ഒരു സാധനമല്ല. അപ്പം ഈ പഠനങ്ങളിലോ അല്ലെങ്കിൽ ഇത്രയും രഹസ്യാത്മകമായി പറയാവുന്ന വേദികളിൽ പോലും കർദിനാൾ ആലഞ്ചേരിക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടൊരു പോയിന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ലേ അതിൻ്റെ സത്യം. ആ ഫോറൻസിക് ഓഡിറ്റ് നടത്തുന്ന സമയത്ത് KPMG സാജു വർഗീസും കർദിനാൾ ആലഞ്ചേരിയും തമ്മിൽ എത്ര മണിക്കൂറുകൾ സംസാരിച്ചു എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. KPMGയുടെ റിപ്പോർട്ടിനകത്ത് എല്ലാ വീഴ്ചകളും വളരെ കൃത്യമായി തുറന്ന് പറയുന്നുണ്ട്. എല്ലാ വീഴ്ചകളും പറയുന്നു, എല്ലാവരുടെ വീഴ്ചകളും പറയുന്നു. ഈ ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, രഹസ്യമാണ്. ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിലും ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കർദിനാൾ ആലഞ്ചേരി ചോദിച്ചു മേടിച്ച 3 സീറ്റുകൾ, LDFിൽ നിന്ന് ചോദിച്ചു മേടിച്ച 3 സീറ്റുകൾ, 3 സീറ്റുകളിലും പരാജയപ്പെട്ടു. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ കർദിനാൾ ആലഞ്ചേരി ഇപ്പോഴും ഏതൊരു ഭാഗത്ത് നിലയുറപ്പിക്കുന്ന ചില ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത്, വളരെ വ്യക്തമായിട്ട് പറയുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് സീറ്റ് കൊടുക്കുകയോ സ്ഥാനം കൊടുക്കുകയോ ചെയ്യാതിരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കർദിനാൾ ആലഞ്ചേരി ഇത്തരമൊരു ഡീലിന് സമ്മതിച്ചത്? കുർബാന പ്രശ്നം ഇപ്പോൾ ഈ 2021 കർദിനാൾ ആലഞ്ചേരി ഉണ്ടാക്കിയ ഒരു പ്രശ്നമല്ല. പ്രശ്നം സഭയ്ക്കകത്ത് മറ്റു പിതാക്കന്മാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, സഭയ്ക്കകത്ത് വ്യക്തമായൊരു ചേരിതിരിവുണ്ട്. കർദിനാൾ ആലഞ്ചേരി വൈദികരുടെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ വന്ന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പെടുത്തിയതെന്ന് പറയണം, തുറന്നു പറയണം. ആലഞ്ചേരി പിതാവിന്റെ മറുപടി എന്തായിരുന്നു? സോറി എന്നായിരുന്നു, പറ്റില്ലെന്നായിരുന്നു. ഷജിന നമസ്കാരം. നമസ്കാരം. ഷജിന, നമ്മൾ കണ്ടിട്ട് കുറെ നാളായെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കുറച്ചാളായി. ഓക്കെ ഷജിന, ഇപ്പോൾ മറ്റേ സഭയുടെ കുർബാന തർക്കം വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്, വളരെ സജീവ ചർച്ചകളിലേക്ക് വരികയാണ്. എനിക്ക് ജനുവരിയിൽ സിനഡ് നടക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ MTNSന്റെ നേതാവായിട്ടുള്ള ശ്രീ ജോമോൻ അരാക്കുഴയായിട്ടൊരു അഭിമുഖം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആലഞ്ചേരി പിതാവ് മറ്റു പല വൈദികരെയും സംരക്ഷിക്കാനും വേണ്ടിയിട്ട് അവർക്ക് സുരക്ഷിതമായിട്ട് അവരെ ഒറ്റുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിലെ സത്യം എന്താണ്? ഒന്നാമത്തെ കാര്യം അതെ, ദഹിക്കാവുന്ന ഒരു സാധനമല്ല. വളരെ ഫ്രാങ്കായിട്ട് ദഹിക്കാവുന്ന ഒരു സാധനമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സഭയ്ക്കകത്ത്, സഭയുടെ ഇൻറ്റേർണൽ ഫോറങ്ങളുടെ അകത്ത് ഈ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾ നടത്തി. ഇൻറ്റേർണൽ ഫോറം എത്രയോ ചർച്ചകൾ വേണ്ട, ഔദ്യോഗികമായി കമ്മീഷൻസ് നടത്തിയിരുന്നു. 4 കമ്മീഷനെങ്കിലും പഠനം നടത്തിയിട്ടുണ്ട്. ഈ പഠനം നടത്തിയത് മുഴുവനും വത്തിക്കാനും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് അവസാനം KPMGയും ഇഞ്ചോടി കമ്മീഷനും ഒക്കെ പഠനം നടത്തിയത്. അപ്പം ഈ പഠനങ്ങളിലോ അല്ലെങ്കിൽ ഇത്രയും രഹസ്യാത്മകമായി പറയാവുന്ന വേദികളിൽ പോലും കർദിനാൾ ആലഞ്ചേരിക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടൊരു പോയിന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ലേ അതിൻ്റെ സത്യം. ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എവിടെയാണ് തെറ്റുപറ്റിയത്, മാൽ പ്രാക്ടീസ് പറ്റിയത്? ഇപ്പോൾ KPMG നടത്തിയത് എന്ന് പറയുന്നത് ഒരു ഫോറൻസിക് ഓഡിറ്റാണ്. ആ ഫോറൻസിക് ഓഡിറ്റ് നടത്തുന്ന സമയത്ത് KPMG സാജു വർഗീസും കർദിനാൾ ആലഞ്ചേരിയും തമ്മിൽ എത്ര മണിക്കൂറുകൾ സംസാരിച്ചു എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫോണിൽ. മനസ്സിലായി? അത് KPMGയുടെ ഒരു കണ്ടെത്തലാണ്. അപ്പോൾ സാജു വർഗീസും കർദിനാൾ ആലഞ്ചേരിയും തമ്മിൽ രാത്രികാലങ്ങളിൽ പോലും മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്. അത് എത്ര മണിക്കൂർ സംസാരിച്ചു, എന്ന് സംസാരിച്ചു എന്നൊക്കെ കൃത്യമായി അവരതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവർ കമിതാക്കളൊന്നും അല്ലല്ലോ, രാത്രി മണിക്കൂറുകൾ എന്ത് സംസാരിക്കാൻ കമിതാക്കളൊന്നുമല്ല. KPMGയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തലുണ്ട്. അതിങ്ങനെയാണ്, KPMG കർദിനാൾ ആലഞ്ചേരിയെ മൊഴിയെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ ഏത് ഉദ്യോഗസ്ഥരാണ് ചെന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ എഴുതിയൊക്കെ ചെല്ലും. KPMG കർദിനാൾ ആലഞ്ചേരിയോട് ചോദിക്കുന്നുണ്ട്, ഡു യു ഹാവ് എനി കണക്ഷൻ വിത്ത് മിസ്റ്റർ സാജു വർഗീസ് നൗ എന്ന് ചോദിക്കുന്നുണ്ട്. കർദിനാൾ ആലഞ്ചേരി പറയും, എനിക്കൊരു ബന്ധമില്ല, ഞാൻ സാജു വർഗീസുമായിട്ട് കാണാറില്ല, ഞാനിപ്പോൾ കണ്ടിട്ട് കുറേ നാളായി, ആ സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു, ഇപ്പോൾ ഞാൻ കാണാറില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല എന്ന് കർദിനാൾ ആലഞ്ചേരി പറയും. അത് കഴിഞ്ഞ് KPMG തിരിച്ചു പോരുന്നു. KPMGയുടെ റിപ്പോർട്ടിലെ അടുത്ത വാചകം, ഞങ്ങൾ പുറത്തിറങ്ങി 2ാമത്തെ മിനിറ്റിൽ കർദിനാൾ ആലഞ്ചേരി സാജു വർഗീസിനെ വിളിച്ചു എന്നാണ്.
ഓക്കെ 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 ഓക്കെ. മനസ്സിലാവുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി 2ാമത്തെ മിനിറ്റിൽ കർദിനാൾ ആലഞ്ചേരിയുടെ ഫസ്റ്റ് കോൾ സാജു വർഗീസിന്. കർദിനാൾ ആലഞ്ചേരിയുമായി സാജു വർഗീസ് തലേ ദിവസവും സംസാരിച്ചിരുന്നു. അതേ കർദിനാൾ ആലഞ്ചേരിയാണ് KPMG അടുത്ത് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നത്. ഈ KPMG റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ കർദിനാൾ ആലഞ്ചേരിക്കെതിരെയുള്ളത്? KPMG റിപ്പോർട്ടിനകത്ത് എല്ലാ വീഴ്ചകളും വളരെ കൃത്യമായി തുറന്ന് പറയുന്നുണ്ട്. എല്ലാ വീഴ്ചകളും പറയുന്നു, എല്ലാവരുടെ വീഴ്ചകളും പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കർദിനാൾ ആലഞ്ചേരിയുടെ വീഴ്ച പറയുന്നത് എന്തുകൊണ്ടാണ് കർദിനാൾ ആലഞ്ചേരി ഇത്തരമൊരു ഡീലിന് സമ്മതിച്ചത്. അപ്പോൾ അവർ KPMG ഒരു ചിത്രം തന്നെ വരച്ചിട്ട് കർദിനാൾ ആലഞ്ചേരി ഒരു വശത്ത് സാജു വർഗീസ്, ഒരു വശത്ത് ജോഷി പുതുവ, ഇവർ തമ്മിൽ എത്ര മണിക്കൂറോളം ഇൻകമിങ് കോളും ഔട്ട് ഗോയിങ് കോളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ട്രയാങ്കുലർ ആയിട്ടൊരു ചിത്രം തന്നെ വരച്ചിട്ട് ഇവർ തമ്മിലുള്ള ഒരു നെക്സസ് ആണ് ഈ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് വളരെ വ്യക്തമായിട്ട് KPMG പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ KPMG പറഞ്ഞു വെച്ചതിൻ്റെ ചുവട് പിടിച്ചാണ് ഇഞ്ചൂടി കമ്മീഷൻ ഈ KPMGയുടെ കൂടി പഠനങ്ങളെ ആസ്ഥാനമാക്കിയും കർദിനാൾ ആലഞ്ചേരിയെ അടക്കം ബാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും മൊഴിയെടുപ്പും നടത്തിയതിനു ശേഷമാണ് ഇഞ്ചൂടി കമ്മീഷൻ ഒരു റിപ്പോർട്ട് വിട്ടിരിക്കുന്നത്. ഈ ഇഞ്ചൂടി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, രഹസ്യമാണ്. അതിന് കാരണം എന്താ? അത് പുറത്തു വിടാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഇഞ്ചൂടി കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇവർക്ക് പുറത്തു വിട്ടുകൂടാ? ഈ ഇഞ്ചൂടി കമ്മീഷനെ വെച്ചിരുന്ന സിനഡല്ലേ? അല്ല, ഇഞ്ചൂടി കമ്മീഷനെ വെച്ചത് നമ്മുടെ ജേക്കബ് മനത്തോടത്താണ്. അത് വത്തിക്കാൻ പറഞ്ഞിട്ടാണ്. വത്തിക്കാൻ പറഞ്ഞിട്ടാണ് ഇഞ്ചൂടി കമ്മീഷൻ. ഈ റിപ്പോർട്ട് ഇപ്പോൾ ആരുടെ കൈവശിരിക്കുന്നത്? ഇഞ്ചൂടി സാറിന്റെ കയ്യിലുണ്ടാവും, ജേക്കബ് മനത്തോടത്തിന്റെ കയ്യിലുണ്ട്, പിന്നെ വത്തിക്കാനിലുണ്ട്. പക്ഷേ ഇത് സിനഡിന് മുമ്പിൽ വന്നിട്ടില്ല. ഇത് ഇഞ്ചൂടി കമ്മീഷൻ റിപ്പോർട്ട് സിനഡിന് മുമ്പിൽ അതിന്റെ നക്ഷൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് രഹസ്യമാണ്, അവർ പുറത്തു വിടുന്നില്ല. സിനഡൽ ന്യൂസിലെ റിപ്പോർട്ടിൽ പോലും ഇല്ല, അവർ പുറത്തു വിടുന്നില്ല. ഇനി ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചൂടി കമ്മീഷൻ റിപ്പോർട്ടിനെ ഇവർ വല്ലാതെ ഭയപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം ഇല്ലായിരുന്നെങ്കിൽ ഇത് പണ്ടേ പുറത്തു വിട്ടേനെ. ഇത് പുറത്ത് തരണം എന്നാവശ്യപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു വ്യാജരേഖ കേസുണ്ടായതിനെ കുറിച്ച് അറിയാം. അപ്പൊ ആ കേസിനകത്തെ ഒരു പ്രതി എന്ന് പറയുന്നത് ഫാദർ ബെന്നി മാരാമ്പറമ്പിലാണ്. ഒരു പ്രതി ബെന്നി മാരാമ്പറമ്പലിനെതിരെയുള്ള ആരോപണം അദ്ദേഹം ഈ വ്യാജരേഖ കൊണ്ടുപോയി ഇഞ്ചൂടി കമ്മീഷന് കൊടുക്കുകയും ഇഞ്ചൂടി കമ്മീഷൻ ആ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് എഴുതുകയും ചെയ്തു എന്നാണ് പുള്ളിക്കെതിരെയുള്ള ആരോപണം. അപ്പോൾ അതുകൊണ്ട് ബെന്നി മാരാമ്പറമ്പിൽ കോടതിയോട് പറഞ്ഞു, എനിക്ക് ഈ ഇഞ്ചൂടി കമ്മീഷൻ റിപ്പോർട്ട് കാണണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ സാധനങ്ങളോ എഴുതിയിട്ടുണ്ടോന്ന് ഞാൻ അറിയണ്ടേ, എനിക്കിത് കാണണം. കർദിനാളിന്റെ വക്കീൽ പറയണ കാണിക്കാൻ പറ്റില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണങ്ങളും ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഉന്നയിക്കില്ല, അതുകൊണ്ട് നിങ്ങളിത് കാണണ്ടെന്ന് പറഞ്ഞു. ബെന്നി മാരാമ്പറമ്പിൽ അതുമായി ബന്ധപ്പെട്ട് ഇത് കാണണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി പോകുന്നു. അപ്പോഴും ഹൈക്കോടതിയിൽ ഇവരെടുക്കുന്ന സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇത് വത്തിക്കാനിലുള്ളതാണ്, ഇത് സീക്രട്ടാണ്, ഇത് ആരെയും കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്നാണ് പറയുന്നത്. എന്തിനു പിന്മാറണം? മനസ്സിലായി പറയുന്നത്? ഇതിനകത്ത് ബേസിക്കലി അവർ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ്. പിന്മാറിയ കേസ് തന്നെ ഇല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നില്ല, ഈ മനത്തോടത്ത് പിതാവിന്റെ കയ്യിലുള്ള റിപ്പോർട്ട് മനത്തോടത്ത് പിതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനഡിന് മുമ്പിൽ കൂടി അവതരിപ്പിക്കേണ്ടതല്ലേ? ഇത് ഒന്ന് സിനഡിന് മുമ്പിൽ അവതരിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏകദേശം 50 ലക്ഷം രൂപയോളം മുടക്കി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണത്. മനസ്സിലായി? വത്തിക്കാൻ്റെ നിർബന്ധമായിരുന്നു ഒരു ഫോറൻസിക് ഓഡിറ്റിന് പെർമിഷനുള്ള ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്നുള്ളത് വത്തിക്കാൻ്റെ നിർബന്ധമായിരുന്നു. അത് പ്രകാരം ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയുടെ കൊട്ടേഷൻ വിളിച്ചെടുത്തതാണ് KPMG. മനസ്സിലായി? കൊട്ടേഷൻ വിളിച്ച് മേടിച്ചാണ്. ആ KPMGയുടെ അടുത്ത് കൊട്ടേഷൻ വിളിച്ച് മേടിക്കുകയും KPMG ഇത്രയും അധികം പൈസ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൈസ മുടക്കി ഉണ്ടാക്കിയ റിപ്പോർട്ട് ഇന്നും പുറത്തല്ല. KPMGയുടെ റിപ്പോർട്ടിനകത്ത് ഈ KPMG റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു? KPMG റിപ്പോർട്ടിന്റെ രഹസ്യമാണ്. തീർച്ചയായിട്ടും KPMG റിപ്പോർട്ടിന്റെ രഹസ്യമാണ്. ഇഞ്ചൂടി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞത് KPMG റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നതെന്നറിയാം. ഇവര് KPMGയിൽ ബെന്നി മാരാമ്പറമ്പിൽ കൊണ്ടുപോയി ഈ കടലാസ് കൊണ്ട് കൊടുത്തു എന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് KPMGയുടെ ഉദ്യോഗസ്ഥർ നേരെ പോലീസിന് കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അത് ആ കുറ്റപത്രത്തിന്റെ ഭാഗമായി. അങ്ങനെയാണ് അത് പുറത്തു വന്നത്. ഇല്ലെങ്കിൽ അതും പുറത്തു വരില്ല. ഈ KPMG റിപ്പോർട്ടിനകത്ത് ജോഷി പുതുവയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്, അതിശക്തമായ ആരോപണം. കോടികളുടെ എന്തോ തിരിമറികളിലേക്ക് സംബന്ധിച്ചിട്ട് അതിശക്തമായ ആരോപണങ്ങളുണ്ട്.
ഞാൻ പറയണ ഇത്രയും വലിയ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്ത് അത് ഞങ്ങൾ വേറെ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കർദിനാൾ ആലഞ്ചേരി വാ തുറക്കാത്തതും മിണ്ടാത്തതെന്നൊക്കെ പറയണതിനകത്ത് എന്തെങ്കിലും അല്ല അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ മിസ്റ്റർ ജോമചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നത് ഇടയന്ത്രത്തൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് പോകും, ഗുരുതരമായ ആരോപണങ്ങൾ നേരിടേണ്ടി വരും. കാരണം ഭരണകുളകരംഗ പിതാവിനോടും അതോടൊപ്പം തന്നെ ഈ ഇടയന്ത്രത്ത് പിതാവിനോടും അവരുടെ മെയിൽ ID ഓപ്പൺ ചെയ്ത് പരിശോധിക്കണമെന്ന് സിനഡ് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോൾ ഭരണകുളകര പിതാവ് സമ്മതിച്ചു, പക്ഷേ ഇടയന്ത്രത്ത് പിതാവ് സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്തുള്ളൊരു കാര്യം എന്താണ്, ഞാൻ സിബി ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ID ഞാൻ ഓപ്പൺ ആക്കി വേറൊരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിരിക്കും അത്. നിങ്ങൾ സമ്മതിക്കൂ? സമ്മതിക്കത്തില്ല. എന്നോട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂ? ഇതൊക്കെ വളരെ ബാലിശമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു മെയിൽ കാണണം എന്ന് പറയുന്നത് പോലെ അല്ല എൻ്റെ മെയിൽ ID പാസ്വേഡ് കൊടുക്കണമെന്ന്. മനസ്സിലായി. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ഇപ്പം എനിക്ക് ഇന്ന ദിവസം അയച്ചൊരു മെയില് നിങ്ങൾക്ക് ആ മെയില് എക്സ്പോസ് ചെയ്ത് കാണിച്ചു തരണം എന്ന് പറയുന്നതും എൻ്റെ മെയിൽ ID പാസ്വേഡ് നിങ്ങൾക്ക് തരണമെന്ന് പറയുന്നത് രണ്ടാണ്. മനസ്സിലായി. അതൊന്നും ആരും സമ്മതിക്കില്ല, സമ്മതിക്കരുത്. സമ്മതിച്ച ഇടയന്ത്രത്ത് എന്ത് വിഡ്ഢിയാണ്, സ്വകാര്യത ഹനിക്കുന്ന കാര്യമാണ്. പിന്നല്ല, അതൊന്നും ഒരാളെ സമ്മതിച്ചുകൂടാന്നുള്ളതാണ്. എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ഇല്ല എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപത അതിസമ്പന്നമായ അങ്കമാലി അതിരൂപത ഇവിടെ സമ്പത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എറണാകുളത്തെ വൈദികർ നീങ്ങുന്നത്. അതായത് വിമത വൈദികർ എന്ന് ഞാൻ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാനും കുർബാന കാണുന്നതാണ്. വൈദികർ അത് ലക്ഷ്യം വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പറയുന്നു. അതിനെന്താണ് അടിസ്ഥാനമുള്ളത്? ഞാൻ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത സമ്പന്നമാണ്. അവർക്ക് വളരെ സമ്പന്നമായ ഒത്തിരിയേറെ സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തോരം സ്ഥാപനങ്ങളുണ്ട്. ശരിയാണ്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ഡയറക്ടർമാരായിട്ട് അച്ഛന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? 15,000 രൂപയാണ്. മനസ്സിലായി? ഒരു വൈദികൻ ലിസി ആശുപത്രിയുടെ ഡയറക്ടറായിട്ടിരിക്കുന്ന വൈദികൻ്റെ ശമ്പളം 15,000 രൂപയാണ്. നൈപുണ്യ കോളേജിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന വൈദികൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 15,000 രൂപയാണ്. ഞാൻ പറയണത് ഇപ്പം നമ്മൾ അവർക്ക് ആ സ്ഥാപനത്തിൻ്റെതായ ബാക്കിയുള്ള പാരാഫെർണാലിയാസ് എല്ലാം ഉണ്ടാകും. അതായത് വണ്ടി ഉണ്ടാകും, വലിയ ഓഫീസ് ഉണ്ടാകും, സ്റ്റാഫ് ഉണ്ടാകും. അതൊക്കെ ആ സ്ഥാപനം കൊടുക്കുന്നതാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് കഴിഞ്ഞു ഇല്ലേ, 3 കൊല്ലം ഇല്ലേ, പരമാവധി 5 കൊല്ലം. അതിൽ കൂടുതൽ ഒരു വൈദികനും ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്നില്ല. ആ ഇന്റർവ്യൂവിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണം പറഞ്ഞ മുണ്ടാടനച്ചൻ നൈപുണ്യ സ്കൂളിന്റെ പ്രിൻസിപ്പൾ, നൈപുണ്യ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. മുണ്ടാടനച്ചൻ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ കുഴുപ്പള്ളി പള്ളിയുടെ വികാരിയാണ്. പുള്ളി നൈപുണ്യ സ്കൂളിൽ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ 15,000 രൂപയാണ് ശമ്പളം. കുഴുപ്പള്ളി പള്ളിയുടെ വികാരി ആയിരിക്കുമ്പോഴും 15,000 രൂപ ശമ്പളം. മനസ്സിലായി? നൈപുണ്യ സ്കൂളിലെ വികാരി ആയിരിക്കുന്ന സമയത്ത് നൈപുണ്യ സ്കൂളിലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമായിരുന്നു. അതുകൂടാതെ ഈ മുണ്ടാടനച്ചനെ മെത്രാനാക്കിയിരുന്നെങ്കിൽ എറണാകുളം അതിരൂപതയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നും പറയുന്നുണ്ട്. ഞാൻ പറയണേ, നിങ്ങൾ അല്ല പറഞ്ഞ കാര്യങ്ങൾ അതെനിക്ക് സംസാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാലേ, ഒന്നാമത്തെ കാര്യം ഈ മെത്രാനാക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത. മുണ്ടാടനച്ചൻ മെത്രാനാകാനൊക്കെ യോഗ്യനായ ആളാണ്. പക്ഷെ അതേപോലെ തന്നെ മെത്രാനാകാൻ യോഗ്യനായ വേറെ അനവധി വൈദികർ, ഏറ്റവും കൂടുതൽ മെത്രാനാകാൻ ക്വാളിഫിക്കേഷനുള്ള വൈദികരുള്ള ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. മുണ്ടാടനച്ചൻ മെത്രാനാകാൻ കളിച്ചിരുന്നെങ്കിൽ മുണ്ടാടനച്ചൻ ഒരിക്കലും കർദിനാൾ ആലഞ്ചേരിക്ക് എതിര് നിൽക്കില്ലായിരുന്നു. ഞാൻ ഇന്നും പറയാം, മുണ്ടാടനച്ചൻ കർദിനാൾ ആലഞ്ചേരിയുടെ ഒപ്പം നിന്നിരുന്നെങ്കിൽ മുണ്ടാടനച്ചൻ ചിലപ്പോൾ ഇപ്പം മെത്രാനായനെ. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കിക്കോളൂ. മുണ്ടാടനച്ചൻ വിചാരിക്കുകയാണ് എനിക്ക് മെത്രാനാകണം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, മുണ്ടാടനച്ചൻ കർദിനാൾ ആലഞ്ചേരിയുടെ ഒപ്പം സഞ്ചരിച്ചിരുന്നെങ്കിൽ മുണ്ടാടനച്ചൻ ഇന്ന് ഒന്നുകിൽ എറണാകുളത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപതയിൽ മെത്രാനായനെ. കർദിനാൾ ആലഞ്ചേരിയുടെ പീരീഡിനകത്ത് കർദിനാൾ ആലഞ്ചേരി എത്രയോ മെത്രാന്മാരെ വാഴിച്ചു. ആ സമയത്ത് എറണാകുളത്ത് നിന്ന് ഒരാൾ മുണ്ടാടനച്ചനെ വാഴിച്ചനെ. ഇതിനിടയ്ക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ചില അൽമായരായിട്ടുള്ള ചില ആളുകളൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആലഞ്ചേരി പിതാവിനെ അനുകൂലിച്ചില്ല എന്ന കാരണത്താൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെബി ഘടകനെ എനിക്കറിയാം. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടപെടലുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കർദിനാൾ ആലഞ്ചേരി ചോദിച്ചു മേടിച്ച 3 സീറ്റുകൾ, LDF നിന്ന് ചോദിച്ചു മേടിച്ച 3 സീറ്റുകൾ,
3 സീറ്റുകളിലും പരാജയപ്പെട്ടു. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ഞങ്ങളെതിര് വർക്ക് ചെയ്തു. ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കാടിളക്കി പ്രചാരണവും നടത്തി ഒന്നല്ല വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളെതിര് വർക്ക് ചെയ്തു, തോറ്റുപോയി. കരുതനാൾ ആലഞ്ചേരി ഇപ്പോഴും എതിർ ഭാഗത്ത് നിലയുറപ്പിക്കുന്ന ചില ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത്, വളരെ വ്യക്തമായിട്ട് പറയുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് സീറ്റ് കൊടുക്കുകയോ സ്ഥാനം കൊടുക്കുകയോ ചെയ്യാതിരുന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് ഇപ്പം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപത മേഖലയിൽ ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ്, ഒരു സംശയമില്ല. 5 ലക്ഷത്തോളം വിശ്വാസികളുള്ളൊരു, അപ്പം അതിനകത്ത് എന്തായാലും ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾക്ക് ഈ വോട്ടുകൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള കപ്പാസിറ്റിയുള്ള ഇടവക വൈദികരും ആത്മായ സംഘടനയും ഇന്ന് സ്ഥാനത്തുണ്ട്. ശരിയാണല്ലോ? തീർച്ചയായിട്ടും. അപ്പോഴും ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്, നമുക്ക് റെപ്രസെൻറ്റേഷൻ കുറവാണ്. UDF-ലും LDF-ലും നിങ്ങൾ എടുത്തോളൂ, നമ്മുടെ റെപ്രസെൻറ്റേഷൻസ് വളരെ കുറവാണ്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഏകദേശം 24ഓളം സീറ്റുകളുണ്ട്. 24ഓളം സീറ്റ് കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് കൗൺസിലർമാർ 24. അതിൽ 3 പേരാണ് സീറോ മലബാർ സഭ എന്നുള്ളത്. റെപ്രസെൻറ്റേഷൻ നിലനിർത്തണമെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും സ്റ്റാൻഡിംഗ് കൗൺസിലെങ്കിലും ആക്കണം, വേണ്ടേ? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക്, കോൺഗ്രസ് പാർട്ടി സീറോ മലബാർ സഭയെ എറണാകുളത്ത് അവഗണിക്കുന്നു എന്ന് നമുക്കിപ്പോൾ ഒരു ചിന്ത ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും. ഇവിടെയാണ് നമ്മുടെ, ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ സിബി കിടങ്ങൻ്റെ കാര്യം മാത്രമല്ല, അതേപോലെ വേറെയും നമുക്ക് അറിയാവുന്ന പലരും ഉണ്ട്. നമ്മളങ്ങനെ ഒരു സാമുദായികമായി വിലപേശൽ രാഷ്ട്രീയ പാർട്ടികളോട് നടത്തുന്ന ഒരു കീഴ്വഴക്കം എറണാകുളത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കുറെ കൂടി സംയമനം പാലിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. അതുകൊണ്ട് ആ സമുദായത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയാം, അല്ലെങ്കിൽ അവരെ അവഗണിച്ച് കളയാമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഇത് കൂടാതെ നമ്മൾ ഈ ബിബ്ലിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഈ ജനാഭിമുഖ കുർബാനയും സിനഡ് കുർബാനയും തമ്മിലുള്ളത് ഒരു യഥാർത്ഥ പ്രശ്നമാണ്. അതിന് ബിബ്ലിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഞാൻ സിബിയുടെ കഴിഞ്ഞ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ സിബി പറയാനുണ്ടായിരുന്നു ഇവിടെ കുർബാന പ്രശ്നമല്ല എന്ന് പറഞ്ഞത്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സിബി അത് തെറ്റാണ്. ഞാൻ പറയുന്നത് കുർബാന പ്രശ്നം ഇപ്പോൾ ഈ 2021 കരുതനാൾ ആലഞ്ചേരി ഉണ്ടാക്കിയ ഒരു പ്രശ്നമല്ല. കുർബാന പ്രശ്നം അതിനേക്കാളൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ബിബ്ലിക്കലി ഇത് ഇതൊരു തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, മനസ്സിലായി? പഴയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു തിയോളജിയിൽ ഉള്ള ഒരു കുർബാന അത് പാലിക്കുന്ന കുറേ പേരുണ്ട്. അതൊരു ശരിയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പെസഹായെ അനുസ്മരിച്ച് ആ രീതി പാലിക്കുന്ന മറ്റൊരു കുർബാന, അതും ശരിയാണ്. പക്ഷേ ഈ കുർബാനയോട് വലിയ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് എറണാകുളത്തുകാരെന്ന് എനിക്ക് തോന്നുന്നത്. കാർഡിനൽ പാറേക്കാട്ടിൻ്റെയൊക്കെ സമയത്ത് അതിശക്തമായി ഈ കുർബാനയ്ക്ക് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന കണ്ടത്തൽ പിതാവ് അടക്കമുള്ള ആളുകൾ എഴുതിയിട്ടുള്ള കത്തുകൾ നിങ്ങൾ വായിക്കണം. അങ്ങനെ ഒരു ഹിസ്റ്ററി കൂടെ ഉണ്ട്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പുമാർ, ചങ്ങനാശ്ശേരിയിൽ അടക്കമുണ്ടായിരുന്ന ബിഷപ്പുമാർ, എന്തുകൊണ്ട് മാസ് വേഴ്സസ് പോപ്പുലം ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഇൻ എ വെരി സീരിയസ് വേ എന്നവർ അതിനകത്ത് പറയുന്നുണ്ട്. മനസ്സിലായി? അവര് വത്തിക്കാനുമായി കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1998 സിനഡൽ അസംബ്ലി കൂടി സീറോ മലബാർ സഭ അസംബ്ലി. ആ അസംബ്ലി തീരുമാനിച്ചത് 3 തരം കുർബാനയും ഒരുപോലെ നിലനിർത്തണമെന്നാണ്. 98 അസംബ്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ ജനവിഭാഗങ്ങളും ഉള്ള ഒരു അസംബ്ലി തീരുമാനിച്ചത് 3 തരം കുർബാനയും ലിസിറ്റായി പ്രഖ്യാപിക്കണമെന്നാണ്. അപ്പോൾ മുഴുവൻ മാസ് ആഡ് ഓറിയന്റം, മുഴുവൻ കിഴക്കോട്ട് നോക്കി കുർബാന ചെല്ലുന്നവർക്ക് അങ്ങനെ, പകുതി ചെല്ലുന്നവർക്ക് അങ്ങനെ, ജനാഭിമുഖം ചെല്ലുന്നവർക്ക് അങ്ങനെ, ഈ 3 കുർബാനയും സീറോ മലബാർ സഭയിൽ ലിസിറ്റായി പ്രഖ്യാപിക്കുന്നതാണ് സീറോ മലബാർ സഭയ്ക്ക് ഏറ്റവും ഉചിതം എന്ന് 98 അസംബ്ലി തീരുമാനിച്ചു. ആ അസംബ്ലിയുടെ തീരുമാനം 98 ഡിസംബറിൽ കൂടിയ സിനഡ് ഒരു തീരുമാനമായി പ്രഖ്യാപിച്ചു. മനസ്സിലായി? ആ തീരുമാനമായി പ്രഖ്യാപിക്കുകയും ആ തീരുമാനത്തിനകത്ത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ആ തീരുമാനം പ്രഖ്യാപിച്ചിട്ട് ആ തീരുമാനം സിനഡൽ ന്യൂസിൽ പ്രസിദ്ധപ്പെടുത്തി. അതേ സിനഡാണ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 99 50-50 കുർബാന എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ 98 അസംബ്ലി
തീരുമാനത്തിന് വിരുദ്ധമായി 99 സിനഡ് മറ്റൊരു തീരുമാനം എടുക്കുന്നു. സിനഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? 2000 ഇവിടെയുള്ള മിക്കവാറും എല്ലാ രൂപതകളും കലഹിച്ചു, വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ ആ സിനഡിൻ്റെ അധ്യക്ഷനായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനുമായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് തന്നെ ഡിസ്പെൻസേഷൻ കൊടുത്തു, വേണ്ട ചെയ്യണ്ട എന്നുള്ളത്. അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പോൾ ഇത് 2000 ഇവർ ഇതെല്ലാവർക്കും ഡിസ്പെൻസേഷൻ കൊടുത്തു. സിനഡ് 99 തീരുമാനിച്ചു, 2000 എല്ലാവർക്കും ഡിസ്പെൻസേഷൻ കൊടുത്തു. 2001 സിനഡ് കൂടിയിട്ട് ഇനി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ലിറ്റർജിക്കൽ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇനി താഴെ പറയുന്ന പ്രൊസീജിയറുകൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊസീജിയർ എഴുതി വെച്ചു. അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി 2001. 98 സിനഡ് കൗൺസിലിന്റെ തീരുമാനത്തെ മറികടക്കാൻ വേണ്ടിയിട്ട്. അല്ലല്ല, 98 അസംബ്ലി തീരുമാനിച്ചത് 3 തുടങ്ങണമെന്നാണ്. 99 സിനഡ് തീരുമാനിച്ചത് 50 കുർബാന മാത്രം മതിയെന്ന്. ഓക്കെ. 2000 ആ 50 കുർബാന എല്ലാവർക്കും ഡിസ്പെൻസേഷൻ കൊടുത്ത് ഒഴിവാക്കി കൊടുത്തു. ഓക്കെ. 2001 ഇനി ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, നിലവിലെ സാഹചര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇനി കുർബാന തക്സയിൽ മാറ്റം വരുത്തണമെങ്കിൽ താഴെ പറയുന്ന പ്രൊസീജിയർ പാലിക്കണം എന്ന് പറഞ്ഞ് 1 2 3 4 5 6 7 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി. ഈ പ്രൊസീജിയർ എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് 2021 കർദിനാൾ ആലഞ്ചേരി തീരുമാനമെടുത്തത്. ഏകീകൃത കുർബാന തീരുമാനമെടുത്തതിന്റെ പ്രശ്നം എന്താണ്? ഈ പ്രൊസീജിയർ എല്ലാം വയലേറ്റ് ചെയ്തു. അല്ല, പെട്ടെന്ന് അങ്ങനെ ആലഞ്ചേരി പിതാവ് ഇങ്ങനെ ഒരു ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കാൻ കാരണം എന്താണ്? വത്തിക്കാനിൽ നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ? ഇതെല്ലാവരും പറയുന്നു വത്തിക്കാനിൽ എന്തോ നിർദ്ദേശം വന്നിരുന്നു എന്നാണ് പറയുന്നത്. തെറ്റാണ്, 100% തെറ്റാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുർബാന തക്സ വത്തിക്കാനിലേക്ക് ഇവർ അപ്രൂവലിന് വേണ്ടി അയച്ചു. ഇവർ അപ്രൂവലിന് വേണ്ടി അയച്ച സമയത്ത് ആ കുർബാന തക്സയിൽ 50-50 എന്ന് പറഞ്ഞ, അതായത് ഈ ഇപ്പോൾ പൊതുനിർദ്ദേശങ്ങളിൽ പറയുന്ന 7-ാം നമ്പർ പൊതുനിർദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് വത്തിക്കാനിലേക്ക് അയക്കുമ്പോൾ ഇല്ല. മനസ്സിലായി? ഇങ്ങനെയാണ് കുർബാന ചെല്ലണേ എന്നുള്ള കാര്യം മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സാധനമാണ് വത്തിക്കാനിലേക്ക് അയക്കുന്നത്. വത്തിക്കാൻ അത് പാസ്സാക്കി തിരിച്ചയക്കും. ഇത് തിരിച്ചയച്ചാൽ കർദിനാൾ ആലഞ്ചേരിയുടെ ജോലി എന്ന് പറയുന്നത് ഈ തിരിച്ചയച്ച സാധനം ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊമൾഗേറ്റ് ചെയ്യലാണ്. ഹീ കനോട്ട് ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദ സിനഡ് ആൻഡ് ഡിസ്കസ് അഗെയിൻ and do some corrections into that. Okay. മനസ്സിലായ? അത് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഇല്ല. കർദിനാൾ ആലഞ്ചേരി ചെയ്തത് എന്താണ്? കർദിനാൾ ആലഞ്ചേരി ചെയ്തത് വത്തിക്കാനിൽ നിന്ന് വന്ന സാങ്ഷൻ 2021 ജനുവരി മാസത്തെ സിനഡിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. ആ സിനഡിൽ നടക്കുന്ന ചർച്ചകളിൽ പലരും ഈ ഏകീകൃത കുർബാനയെക്കുറിച്ച് ആശങ്ക പറയുന്നു. അപ്പോൾ കർദിനാൾ ആലഞ്ചേരി പറഞ്ഞു, നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ഇത് വത്തിക്കാനിൽ നിന്ന് വരട്ടെ, സാങ്ഷനായി വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്താൽ മതി. ജൂൺ മാസത്തിലെ മറ്റോ സാങ്ഷനായി വന്നു. സാങ്ഷനായി വന്ന സാധനം കർദിനാൾ ആലഞ്ചേരി പ്രൊമൾഗേറ്റ് ചെയ്തില്ല. ഈ സാങ്ഷനായി വന്ന സാധനത്തോടൊപ്പം ഏകീകൃത 50-50 കൂടി ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും പറഞ്ഞ് കർദിനാൾ ആലഞ്ചേരിയോട് കത്തയച്ചു, നോട്ട് കൊടുത്തു. ആ നോട്ടിനൊരു മറുപടി വന്നു, നിങ്ങളുടെ ഈ കുർബാന ക്രമം പാസ്സാക്കിയതിനകത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഏകീകൃതമായി എല്ലായിടത്തും ഏകീകൃത കുർബാന രീതി ചെല്ലാൻ പോകുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നാണ് വത്തിക്കാനിൽ നിന്ന് എഴുതിയത്. ഇത് രണ്ട് സാധനമാണ്. തീർച്ചയായിട്ടും കുർബാന തക്സയുടെ അപ്രൂവലും ഏകീകൃത കുർബാന രീതി നടപ്പാക്കലും രണ്ട് സാധനമാണ്. ഇത് രണ്ടും നടപ്പാക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, വത്തിക്കാനിൽ നിന്ന് വന്ന കുർബാന തക്സ സിനഡിൽ കൊണ്ടുവന്നിട്ട് സിനഡ് ചർച്ച ചെയ്ത് സിനഡിനകത്ത് ഒരു മെത്രാൻ പറയുകയാണ്, കൃത്യമായിട്ട് ഇതിൻ്റെ ഈ റൂബ്രിക്സ് എന്താണെന്ന് ഇതിനകത്ത് എഴുതി വെക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ 7-ാം നമ്പർ നിർദ്ദേശം അതിനകത്ത് എഴുതി ചേർത്തു. വെട്ടിത്തിരുത്തലുകൾ വരുത്തി. വത്തിക്കാനിൽ നിന്ന് അപ്രൂവൽ കിട്ടിയ കുർബാന പുസ്തകത്തിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തുകയും 7-ാം നമ്പർ നിർദ്ദേശം എഴുതി ചേർക്കുകയും ചെയ്തിട്ട് സിനഡ് പാസ്സാക്കി. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമപ്രകാരം അങ്ങനെ ഒരു വെട്ടിത്തിരുത്തലുകൾ ഇവിടെ വരുത്തുകയാണെങ്കിൽ ഇത് 2ാമത് വത്തിക്കാനിൽ അയക്കണം. മനസ്സിലായി? എന്നിട്ട് സാങ്ഷൻ മേടിക്കണം. പക്ഷേ അതിനൊന്നും സമ്മതം കൊടുത്തില്ല. ഡു യു നോ വൈ? കാരണം 2021 ഓഗസ്റ്റ് മാസം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-ാം തീയതിയോ മറ്റോ ആണ്, ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് സോമരാജൻ്റെ വിധിയുണ്ടാകുന്നത്. കർദിനാൾ ആലഞ്ചേരി വിചാരണയ്ക്ക് ഹാജരാകണമെന്ന് വിധിച്ചു. ഭൂമി വിഷയത്തിൽ വിചാരണയ്ക്ക് ഹാജരാകണമെന്ന് വിധിച്ചു. അതോടൊപ്പം ജസ്റ്റിസ് സോമരാജൻ അപൂർവമായ മറ്റൊരു കണ്ടെത്തലും കൂടി കണ്ടെത്തി. സഭകളുടെ ഭൂമികളും സ്വത്തുക്കളും മുഴുവൻ പൊതുസ്വത്താണെന്ന് പ്രഖ്യാപിച്ചു.
മനസ്സിലായി? ജസ്റ്റ് സോമരാജൻ പറഞ്ഞത് സഭകളുടെ സ്വത്തുക്കളിൽ ആരാധനാ സംബന്ധമായ സ്വത്തുക്കൾ മാത്രമാണ് കാനൻ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പൊതു സ്വത്താണെന്നും അത് വിൽക്കണമെങ്കിൽ കോടതിയുടെ അനുവാദം വാങ്ങിയിട്ട് വിൽക്കണമെന്നാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയാം. ഇത്രയും നാളും ഈ വിഷയം സീറോ മലബാർ സഭയുടെ വിഷയമായിരുന്നെങ്കിൽ അന്ന് മുതൽ ലത്തീൻ സഭയെയും മലങ്കര സഭയെയും കേരളത്തിലെ മുഴുവൻ കത്തോലിക്ക സഭകളെയും ബാധിച്ചു. കേരളത്തിലെ മുഴുവൻ കത്തോലിക്ക സഭകളിലും ഇന്ന് ഒരു ഭൂമി വിൽക്കണമെങ്കിൽ സെക്ഷൻ 91 ആണ് ഹൈക്കോടതി പെർമിഷൻ മേടിക്കാതെ വിൽക്കാൻ പാടില്ല, പൊതുസ്വത്താണ്. അങ്ങനെ ഒരു വിധി ഈ സിനഡ് കൂടുന്ന 18-ാം തീയതിയാണ്. സിനഡ് കൂടുന്നതിനൊരു 10-15 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ആ സിനഡ് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയമാണ്. തീർച്ചയായിട്ടും. ആ സിനഡിൽ കർദിനാൾ ആലഞ്ചേരി ഒരു ഒറ്റ വിഷയം എടുത്തുള്ളൂ, കുർബാന. അതിനുശേഷം പിന്നെ സിനഡ് കുർബാനയെ കുറിച്ചല്ലാതെ വേറെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ ഓർക്കണം, പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഇന്നും എന്നിട്ട് ബത്തേരിയിലെ സീറോ മലങ്കര സഭയും ലത്തീൻ സഭയിലെ ഒരു രൂപതയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. എന്നിട്ട് സുപ്രീം കോടതി പോലും ഈ പരാമർശം നീക്കിയില്ല. ഞാൻ പറഞ്ഞ എന്തു വലിയ ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മെത്രാൻ വിചാരിച്ചാൽ ഏത് സഭാസ്വത്തും വിൽക്കാമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് സഭാസ്വത്തുക്കൾ വിൽക്കണമെങ്കിൽ കോടതിയുടെ അനുവാദം വേണമെന്നൊരു റൂളിംഗ് പ്രാബല്യത്തിൽ വന്നു. ഒരു തരത്തിൽ നല്ലതാണ്. ഞാൻ നല്ലതല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ആ റൂളിംഗ് വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കുർബാന ഇംപ്ലിമെന്റേഷൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇവിടെ ഉണ്ടാവത്തില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പൊ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടി ഒരു ഓൺലൈനിൽ കൂടിയൊരു മീറ്റിംഗ്, ഓൺലൈനിൽ കൂടിയ സിനഡ് 2021 സിനഡ് ഓൺലൈനിലാണ് കൂടുന്നത്. 12 ദിവസമായിട്ടാണ് സിനഡ് കൂടിയത്. ഞങ്ങൾക്ക് സിനഡൽ ന്യൂസ് വായിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു മെത്രാന് 6 മിനിറ്റാണ് സംസാരിക്കാൻ അവസരം കിട്ടിയത്. കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. അതേപോലത്തെ ഒരു സിനഡിലാണ് ഈ തീരുമാനം എടുത്തത്. യു കനോട്ട്. കാനൻ നിയമപ്രകാരം ഇങ്ങനെ ഒരു സിനഡിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. കാനൻ നിയമത്തിൽ ഒരു സിനഡ് കൂടാനുള്ള മാനദണ്ഡങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം സിനഡ് കൂടുന്ന സമയത്ത് ബിഷപ്പുമാർ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. ഇത് എന്തുകൊണ്ടാണ് ഫിസിക്കലി നിയമപ്രകാരം അങ്ങനെ ഉണ്ട്? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിർണായക തീരുമാനങ്ങൾ വോട്ടിനിട്ട് പാസ്സാക്കണം. ഓൺലൈൻ സിനഡിൽ വോട്ടിനിടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കാനൻ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ദേ ഷുഡ് ബി ഫിസിക്കലി പ്രസന്റ് ആൻഡ് ദേ വർ നോട്ട്. ഫിസിക്കലി പ്രസന്റ് അല്ലാത്തൊരു സ്ഥലത്ത് സഭയെ മുഴുവൻ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പൊടുന്നനവേ ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളത് വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു പൊടുന്നനവേ തീരുമാനമെടുത്തത് കൊണ്ടാണ് ഇത്രയും വലിയ കോലാഹലം ഇവിടെ ഉണ്ടായത്. ആരും ചർച്ച ചെയ്തില്ല. ഇനി ആ സിനഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേർക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തണം. അതിനുള്ള അവസരമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ വിയോജിപ്പ് ഇമെയിലായിട്ട് അയച്ചു. ഇമെയിലായിട്ട് അയച്ചിട്ട് ഈ വിയോജനക്കുറിപ്പ് ഇവിടെയുള്ള, എനിക്ക് തോന്നണം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 16 മെത്രാന്മാർ വിയോജനക്കുറിപ്പിൽ ഒപ്പിട്ട് വെച്ചു. അങ്ങനെ 16 മെത്രാന്മാർ ഒപ്പിട്ട ഈ വിയോജനക്കുറിപ്പ് ഇവിടുത്തെ കരിയിൽ പിതാവിന് അയച്ചു കൊടുത്തു. കരിയിൽ പിതാവ് എന്ന സിനഡിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. കരിയിൽ പിതാവ് ഈ വിയോജനക്കുറിപ്പ് മൗണ്ടിൽ കൊണ്ടുപോയി കൊടുത്തു. മൗണ്ട് അത് സ്വീകരിച്ചില്ല. എന്നിട്ട് ഏകകണ്ഠമായ തീരുമാനമാണെന്ന് പ്രഖ്യാപിച്ചു. ഇല്ലീഗലായി ഇല്ലിസിറ്റായി തീരുമാനിച്ച ഒരു തീരുമാനമാണത്. ഇവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ തീരുമാനം എടുക്കുന്നതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. കാനൻ നിയമത്തിലെ 924 നിയമപ്രകാരം ഒരു ബിഷപ്പിൻ്റെ വിഷയത്തിൽ, അതായത് ഒരു സിനഡിലെ ഒരു അംഗത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ആ അംഗത്തിന്റെ അനുവാദത്തോടു കൂടിയേ തീരുമാനിക്കാവൂ, പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അല്ല, ഈ ആലഞ്ചേരി പിതാവിന്റെ ഈ ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധി, ഇത് സഭയ്ക്കകത്തെ മറ്റു പിതാക്കന്മാർക്ക് മനസ്സിലാവുന്നില്ലേ? പ്രശ്നം സഭയ്ക്കകത്തെ മറ്റു പിതാക്കന്മാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, സഭയ്ക്കകത്ത് വ്യക്തമായൊരു ചേരിതിരിവുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ സൈലൻസ്ഡായി പോകും, അവർ മിണ്ടുന്നില്ല. ഇപ്പോൾ കർദിനാൾ ആലഞ്ചേരിയുടെ ഒരു കടുംപിടുത്തം കൊണ്ടും പിടിവാശി കൊണ്ടും മാത്രമാണ് ഈ സംഭവങ്ങളും ഈ കോലാഹലങ്ങളും മുഴുവനും ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോലാഹലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല.
ഞാൻ പറഞ്ഞത് ഭൂമി കുംഭകോണം മുതൽ ശിവിക്കറിയാമോ എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ പ്രസംഗവുമായി അറിയാം, മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിൽ ഉൾപ്പെടെയുള്ള അറിയാവുന്ന കാര്യമാണത്. അതെ, ഞാൻ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് ഈ സഭയിൽ ഇങ്ങനെ ഒരു കോലാഹലം ഉണ്ടാകുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. അപ്പൊ ഈ ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിന് നെഗോഷിയേറ്റ് ചെയ്ത് ഇതൊന്നും തീർക്കണം എന്ന് പരിശ്രമിച്ചയാളാണ്. അങ്ങനെ തീർക്കണമെന്ന് പരിശ്രമിക്കുകയും കരുതനാൾ ആലഞ്ചേരിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വക്കീൽ എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ആ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ ഒരൊറ്റ പ്രപ്പോസലേ വെച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ വിഷയം തീർക്കാം. കരുതനാൾ ആലഞ്ചേരി പെട്ടുപോയതാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പെടുത്തിയതാണെങ്കിൽ, എൻ്റെ ഒരു ധാരണ സാജു വർഗീസും ജോഷി പുതുവയും കൂടി കരുതനാളിനെ പെടുത്തി എന്നുള്ളൊരു ധാരണയായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും പലർക്കും അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ധാരണ അങ്ങനെയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പെടുത്തിയതാണെങ്കിൽ ഐ വിൽ ഗിവ് യു എ സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻ? ഒന്നാമത്തെ സൊല്യൂഷൻ, കരുതനാൾ ആലഞ്ചേരി വൈദികരുടെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ വന്ന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പെടുത്തിയതെന്ന് പറയണം, തുറന്നു പറയണം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ ജോഷി പുതുവയും സാജു വർഗീസും കൂടി അദ്ദേഹത്തെ ചീറ്റ് ചെയ്തു എന്നും പറഞ്ഞ് കേസ് കൊടുക്കണം, ക്രിമിനൽ കേസ് മൂവ് ചെയ്യണം. അവർക്കെതിരെ ക്രിമിനൽ കേസ് മൂവ് ചെയ്താൽ പിന്നെ ഇദ്ദേഹത്തിനെ നമ്മൾ പഴിയായിരുന്നതിൽ അർത്ഥമില്ലല്ലോ, ഒരർത്ഥമില്ല. അപ്പം അത് അദ്ദേഹം മൂവ് ചെയ്യാൻ തയ്യാറാകണം എന്നാണ് പറയുന്നത്. ആ വക്കീൽ പറഞ്ഞു, യു ആർ സെയിങ് റൈറ്റ്. ആലഞ്ചേരി പിതാവിന്റെ മറുപടി എന്തായിരുന്നു? സോറി എന്നായിരുന്നു, പറ്റില്ലെന്നായിരുന്നു. അതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് മൊത്തം പോകാനുള്ള കാരണം. ആലഞ്ചേരി പിതാവിൻ്റെ മറുപടി സോറി, പറ്റില്ല എന്നായിരുന്നു. അന്ന് മുതൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായി, ആലഞ്ചേരി പിതാവും ജോഷി പുതുവയും സാജു വർഗീസും കൂടി ഒറ്റ നെക്സസാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, അതായത് ജോഷി പുതുവ KPMGക്ക് ഒരു മൊഴി കൊടുക്കുകയാണ്. ആ മൊഴിയിൽ പറയുകയാണ്, ഒരു ദിവസം രാവിലെ സാജു വർഗീസ് എന്നെ ഫോൺ ചെയ്തു. ആരെ? ജോഷി പുതുവെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കർദിനാൾ ആലഞ്ചേരി പറയുന്നത് പോലെ തന്നെയാണ്. ആലഞ്ചേരിയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഞാൻ കർദിനാൾ ആലഞ്ചേരിയുടെ ക്യാബിനിലേക്ക് കയറാൻ പോകുന്നു, ഫോൺ ഓഫ് ചെയ്യുന്നില്ല. യു ക്യാൻ ഹിയർ വാട്ട് വി ആർ ടോക്കിംഗ് എന്ന് സാജു വർഗീസ് ജോഷി പുതുവയോട് പറഞ്ഞു എന്ന് ജോഷി പുതുവ KPMGക്ക് കൊടുത്ത മൊഴിയാണ്, ഞാൻ പറയണ മൊഴിയല്ല. മനസ്സിലായി? എന്നിട്ട് ഇദ്ദേഹം അകത്ത് ചെന്നിരുന്നപ്പോൾ ജോഷി പുതുവ കേൾക്കുന്നത് കരുതനാൾ ആലഞ്ചേരി സാജു വർഗീസിനോട് പറയുകയാണ്, നിന്റെ കയ്യിലുള്ള പൈസയിൽ നിന്ന് 10 കോടി രൂപ എൻ്റെ പേരിൽ ദീപികയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക. ഇത് ജോഷി പുതുവ കൊടുത്തേക്കുന്ന മൊഴിയാണോ? ജോഷി പുതുവ കൊടുത്തേക്കുന്ന മൊഴിയാണ്. KPMG റിപ്പോർട്ടിനകത്ത് ജോഷി പുതുവ കൊടുത്തിരിക്കുന്ന മൊഴിയാണത്. നിന്റെ കയ്യിലുള്ള പൈസയിൽ നിന്ന് 10 കോടി രൂപ എൻ്റെ പേരിൽ ദീപികയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു മൊഴി കൊടുക്കണമെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു ലൂട്ടിംഗ് ആണത്. ദിസ് ഈസ് വാട്ട് ഐ എം ടെല്ലിങ് യു. അതിനുശേഷം പിന്നീടുള്ള പിതാക്കന്മാരൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്ന സാഹചര്യത്തിലൊന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും പരിശോധിച്ചിട്ടില്ലേ? ഇതുവരെ ഇപ്പോഴും പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാതെ ഞങ്ങൾ അടങ്ങില്ല. അത് ഇപ്പം ഈ കുർബാന പ്രശ്നമൊക്കെ തീർന്നാലും ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ. കാരണം അത് സഭയ്ക്കകത്ത് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് തെറ്റ് പറ്റിയെന്ന് അഡ്മിറ്റ് ചെയ്യണം. അതിനകത്ത് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ബസിലിക്കയിലൊക്കെ ഉണ്ടായ സംഭവത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നത്? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ബസിലിക്കയിൽ ഒരു സമരം നടക്കുന്നുണ്ട്. വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. അതൊരു സമരം നടക്കുന്നു. ആര് നടത്തുന്നത്? അത് ഈ മത്തായി മുതലേന്തി ടീമൊക്കെ കൂടി സിനഡ് ആൾക്കാരെല്ലാവരും കൂടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്ര ദിവസമായി? ഏതാണ്ട് ഒരു 3-4 ആഴ്ചയായി. 3 ആഴ്ച കഴിഞ്ഞു. മനസ്സിലായി? അവിടെ ക്രിസ്മസ് പോലും അവിടെ നടത്തിച്ചില്ല. അവിടെ കുർബാന ഉണ്ടായിരുന്നില്ല. അവിടെ ക്രിസ്മസിനും കുർബാന ഉണ്ടായില്ല. അപ്പം അങ്ങനെ പോലും അവിടെ സമരം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളായിട്ട് 10-15 പേരെ ഇറക്കി വിടാവുന്ന സംവിധാനമല്ലേ ഉള്ളൂ. എന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത്? അങ്ങനെയല്ല അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായി? ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഇറക്കി വിടാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് ഇറക്കി വിടാൻ പറ്റും. ഞങ്ങൾക്ക് കായികമായിട്ട് ഇറക്കി വിടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമുള്ളൂ. ബട്ട് വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഞങ്ങളത് ചെയ്യുന്നില്ലല്ലോ. ചെയ്യണ്ട എന്ന് ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ചതുകൊണ്ടാണ്. ഇത് പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. കരുതനാൾ ആലഞ്ചേരിക്ക് വേണ്ടി അവർ കളിക്കുന്ന, സിനഡിന് വരുന്നതിന് മുമ്പ് അവർ കളിക്കുന്ന ഒരു കളിയായിട്ടാണ് ഞങ്ങളിതെല്ലാം കാണുന്നത്. വളരെ ബാലിശമായൊരു കളിയാണ്. കരുതനാൾ ആലഞ്ചേരി ഇതിനു മുമ്പ് കളിച്ച കളികളെല്ലാം ബാലിശമായിരുന്നു. കുർബാന പ്രശ്നത്തിൽ 1998 സിനഡ് അസംബ്ലിയുടെ തീരുമാനം നടപ്പിലാക്കുകയും ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കും. എല്ലാ പ്രശ്നം തീരുന്നു. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇതിന് ഇത്ര വലിയ നമ്മളൊരു ഈഗോയിസ്റ്റിക് ആവേണ്ട ആവശ്യമില്ല. മനുഷ്യരെ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ആരാധിക്കാൻ അനുവദിക്കുക. ഈ 3 ആരാധനാക്രമങ്ങളും ഒരിക്കൽ അനുവദിച്ചിട്ടുള്ള സഭയായിരുന്നു. 2021 മുമ്പ്
ഈ 3 ആരാധനാക്രമങ്ങളും ഈ സഭയിലുണ്ടായിരുന്നു. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായി. അതിനിടയിൽ പടർന്നു പിടിച്ചിട്ടുള്ള ചില കഥകളുണ്ട്. ആ കഥകൾ ഏറ്റവും പ്രധാനമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു പ്രത്യേക സഭയാക്കി മാറ്റിയിട്ട് അത് KP യോഹന്നാനുമായിട്ട് ലയിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടോ? ഒരു അടിസ്ഥാനമില്ല. അതൊക്കെ വെറുതെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞത് ഈ സിനഡിനകത്തെ ബിഷപ്പുമാർക്ക് ആഗോള കത്തോലിക്ക സഭയിൽ നിലവിലുള്ള ഒരു ആരാധനാ രീതിയാണ് മാസ് വേഴ്സസ് പോപ്പുലർ. ഒരു 99% പേരും മാസ് വേഴ്സസ് പോപ്പുലറാണ്. ഇനി ഓറിയന്റൽ സഭകൾ എടുക്കുക. ഒരു വിധപ്പെട്ട എല്ലാ ഓറിയന്റൽ സഭകളും ഔദ്യോഗികമായി അനുവദിച്ചിട്ടുള്ളതാണ് ജനാഭിമുഖ കുർബാന. ഓറിയന്റൽ സഭകൾ തന്നെ അവർ തന്നെ ഔദ്യോഗികമായി അനുവദിച്ചിരിക്കുന്നു. അപ്പം ഇത് വളരെ വ്യാപകം. ഇത് സിനഡിന് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിനഡ് ഒരു കാര്യം ചെയ്യാം. എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു മെത്രാപ്പൊലീത്തൻ ചർച്ച് ആക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒരു റിക്വസ്റ്റ് വത്തിക്കാനിൽ കൊടുത്തു. അല്ല, പോപ്പിന്റെ തീരുമാനത്തെ അംഗീകരിച്ചില്ല എന്നൊരു ആരോപണം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞു പോപ്പ് ഇതിനകത്ത് തീരുമാനം എടുത്തിട്ടില്ല, തെറ്റാണ്. സിനഡ് കൂടുന്ന സമയത്ത് അദ്ദേഹം വീഡിയോ കോളിൽ വരികയും പോപ്പ് വീഡിയോ കോളിൽ വന്നതിന് ശേഷം ബിഷപ്പുമാരോടെല്ലാം വളരെ വലിയൊരു അഭ്യർത്ഥന നടത്തിയതായിട്ടും പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പ്രചരണം മാത്രമാണ്. പ്രചരണമാണ്. നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, സിനഡ് കൂടുമ്പോൾ ഒന്നും പോപ്പൊന്നും വരുമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് സിസ്റ്റം എന്താണ്? ആകെ കൂടിയുള്ളൂ പോപ്പിന്റെ ഒരു വീഡിയോ സന്ദേശം ഉണ്ടായിരുന്നു. ആ വീഡിയോ സന്ദേശം ജനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ സന്ദേശമായിരുന്നു. ആ വീഡിയോ സന്ദേശത്തിൽ ഈ വരുന്ന ക്രിസ്മസിന് 25-ന് എല്ലാ പള്ളികളിലും ഒരു സിനഡ് കുർബാന ചെല്ലണം എന്ന വീഡിയോ സന്ദേശത്തിൽ പോപ്പ് പറഞ്ഞിരുന്നു. അത്രമാത്രമേ ഉള്ളൂ. അത് ഇറ്റാലിയനിലാണ് പറഞ്ഞത്. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ക്രിസ്മസിനെന്നുള്ളതിന് പകരം ഈ വരുന്ന ക്രിസ്മസ് മുതൽ എന്നാക്കി ഒരു ഈസിന്റെ സ്ഥാനത്ത് ഇവരത് അങ്ങനെ ആക്കി. ഇറ്റാലിയനിൽ പറഞ്ഞേക്കുന്നത് ഈ വരുന്ന ക്രിസ്മസിനെന്നാണ്. ആ ക്രിസ്മസിന് ഇവിടെയുള്ള എല്ലാ പള്ളികളിലും ഓരോ സിനഡ് കുർബാന ചെല്ലി പോപ്പിനെ ഞങ്ങൾ അനുസരിച്ചു. മനസ്സിലായോ? അത് ഇവർക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പക്ഷെ വത്തിക്കാനത് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പള്ളികളിലും നമ്മുടെ യുവജന സംഘടനകളൊക്കെ പണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഒരുപാട് കലാമത്സരങ്ങൾ, അതിപ്പോൾ പല സംഘടനകൾ, ഇപ്പോൾ CLC ആയിക്കോട്ടെ, CML ആയിക്കോട്ടെ, KCYM ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ 2 സംഘടനകളും വളരെ ശക്തമായിരുന്നു എറണാകുളം രൂപതയിൽ. ഒരുപാട് കലാമത്സരങ്ങളുണ്ടായിരുന്നു. രൂപതയ്ക്ക് തന്നെ കലാമത്സരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം ഈ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതിന് കാരണം എന്താണെന്ന്. ബൈബിൾ കലോത്സവം ഇപ്പോഴും ഉണ്ട്. ബൈബിൾ കലോത്സവം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ സംഘാടകരാണ്. കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ബൈബിൾ കലോത്സവം വളരെ ആഘോഷമായി നടന്നു. പിന്നെ വേറെ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പണ്ട് കാലങ്ങളിലൊക്കെ, പണ്ടല്ല ഇപ്പോഴും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് സമയങ്ങളിലൊക്കെ നമ്മൾ പള്ളിമുറ്റത്ത് വോളിബോൾ കളിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, ബാഡ്മിൻ്റൺ കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇല്ല എന്നൊക്കെയുള്ളൊരു പ്രചരണവും നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് അത്ര ശരിയാണെന്ന്. കാരണം ഇപ്പം എൻ്റെ പള്ളിയിൽ കഴിഞ്ഞ ദിവസം കൗൺസിലിൽ വന്ന ഒരു തീരുമാനം 9 മണിക്ക് ശേഷം പിള്ളേർ വീട്ടിൽ പോകണമെന്നായിരുന്നു. നിങ്ങൾ പറയണ ഈവനിങ് സമയത്ത് പിള്ളേർ ഇല്ലെന്നല്ലേ. ഈ ടൗൺ പള്ളിയിൽ തീരുമാനം എടുത്തത് 9 മണിക്ക് ശേഷമെങ്കിലും പിള്ളേർ ദൈവത്തോർത്ത് വീട്ടിൽ പോകണം എന്നാണ് തീരുമാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അവരെല്ലാവരും അവിടെ ചുറ്റുമുള്ളതുകൊണ്ടല്ലേ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്രയും വലിയ കോലാഹലങ്ങളും കോളിളക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും സഭ വളരെ ചിട്ടയോടുകൂടി തന്നെ പോയിക്കൊണ്ടിരുന്നു. ആക്ടിവിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് നടക്കും. എല്ലാം കൃത്യമായിട്ട് നടക്കും. ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇവർ ഇതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പരിഹാരം ഞാൻ ഇന്നും നിങ്ങളോട് പറയാം. എറണാകുളത്തെ കാര്യം വിട്. എറണാകുളം ഇത്രയും വലിയൊരു ഇത് നിൽക്കണത് കൊണ്ടല്ലേ. നിങ്ങൾ ഇരിഞ്ഞാലക്കുട ചെല്ലും. 90% അച്ഛന്മാർക്കും ഈ കുർബാന ചെല്ലാൻ താല്പര്യമില്ല. അവിടെ ഒരു പെർമിഷനും ഇല്ലാതെ ഇപ്പോഴും വലിയൊരു ശതമാനം അച്ഛന്മാർ ജനാഭിമുഖ കുർബാന ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആരുടെയും മനസാക്ഷിക്ക് യോജിക്കാത്ത ആർക്കോ വേണ്ടി ചെല്ലുന്ന ഒരു ആരാധനാക്രമം അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സഭ ഔദ്യോഗികമായി തീരുമാനിക്കണം. ഈ 2 ഫോമുകളും അല്ലെങ്കിൽ ഈ 3 ഫോമുകളും ഞങ്ങൾ സ്വീകരിക്കാം. 1992 ഓൾറെഡി അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് സഭ ഔദ്യോഗികമായി തീരുമാനിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. മനസ്സിലായി? ഭൂമി കുംഭകോണത്തിൻ്റെ വിഷയത്തിൽ ഇഞ്ചൂടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടാതെ അത് തീരൂല. അത് പുറത്തു വിടണം. എങ്ങനെ 98-ലെ സിനഡ് അസംബ്ലിയുടെ നടപടി നടപ്പിലാക്കാനും അതോടെ ഇഞ്ചോടി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാലും സഭയിൽ സമാധാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. 100%. അതിനായിട്ടുള്ള എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.